ഹലോ, വെൽക്കം ടു അവർ ചാനൽ നില വ്ളോഗ്സ്. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ക്യാപ്സിക്കം, സവാള ഇവ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഐറ്റമാണ്. അപ്പോൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാള കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ അരച്ച പേസ്റ്റിൽ അതിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, വേവാൻ ആവശ്യമുള്ള വെള്ളം. അപ്പം എന്നിട്ട് മൂടി അടച്ച് വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു ഇവ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ കുറച്ച് കുക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കാം.